സ്നേഹമുള്ളവരെ, പുല്ലൂർ സെൻറ്റ് സേവേഴ്സ് ഇടവകയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന സുവർണ മൊഴികൾ എന്ന വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മേജോ പുലിക്കോട്ടിൽ. നോമ്പുകാലത്തിലെ 6-ാം ഞായറാഴ്ചയായ ഇന്നേ ദിവസം വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം മർക്കോസ് 8-ാം അധ്യായം 31 മുതൽ 38 വരെയും 9-ാം അധ്യായം 1-ാം വാക്യവുമാണ്. ഈ ഭാഗം പ്രത്യേകമായും യേശുവിൻ്റെ ജീവിതത്തിൽ കുരിശിൻ്റെ അനിവാര്യതയെക്കുറിച്ചും യേശുവിനെ നാം എത്രത്തോളം പ്രാധാന്യത്തോടെ കാണണം എന്നതിനെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വീനസ് രചിച്ച സുവിശേഷ വ്യാഖ്യാനങ്ങളുടെ സുവർണ ശൃംഖലയായ കറ്റീന ഓറിയ എന്ന പുസ്തകത്തിൽ ഈ സുവിശേഷ ഭാഗത്തെ പ്രത്യേകമായി ദ പാരഡോക്സ് ഓഫ് ലൈഫ്, വൈരുദ്ധ്യാത്മക ജീവിതം എന്ന് വിളിക്കുന്നു. മർക്കോസ് 8:31 ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. കുരിശിന്റെ വഴിയിലൂടെ ക്രിസ്തീയ ശിഷ്യത്വത്തെ നിർവചിക്കുന്ന ഈ വചനം നിത്യരക്ഷ നേടുന്നതിന് ത്യാഗം, സഹനം, മരണം എന്നിവ ആവശ്യമാണെന്ന് ഊന്നി പറയുന്നു. നമ്മിലെ ഞാനെന്ന ഭാവം വെടിഞ്ഞ് വിനയത്തോടെ ജീവിക്കണമെന്ന സന്ദേശമാണ് സ്വന്തം ജീവിതത്തിലൂടെ ഈശോ നൽകുന്നത്. പ്രധാന ശിഷ്യനായ ശിമയോൻ പത്രോസ് ദൈവഹിതത്തേക്കാൾ ഭൗമിക സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായി കാണുമ്പോൾ പത്രോസിനെ തിരുത്തിക്കൊണ്ട് നിന്റെ ചിന്തകൾ മാനുഷികമാണ്, ദൈവികമല്ല എന്ന നിർദാക്ഷിണ്യം പറയുന്ന യേശുവിനെയാണ് 33-ാം വചനത്തിൽ നമ്മൾ കാണുക. 34-35 വചനങ്ങളിൽ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഈശോ പറയുന്നു: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ഒരുപക്ഷെ ശിഷ്യത്വത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ഏറ്റവും വ്യക്തമായ പഠനമാണിത്. അതിൽ 3 ഘടകങ്ങൾ ഉൾപ്പെടുന്നു. 1 സ്വയം നിഷേധിക്കുക, 2 കുരിശെടുക്കുക, 3 അവനെ അനുഗമിക്കുക. വിനയത്തിന്റെ വഴിയിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ യേശുവിനെ അനുഗമിക്കാനുള്ള ആഹ്വാനമാണിത്. 35-ാമത്തെ വചനത്തിൽ ഈശോ 2 ജീവിത രീതികളെ താരതമ്യം ചെയ്യുന്നു. സുഖസൗകര്യങ്ങൾ, സുരക്ഷ, ലൗകിക വിജയം എന്നിവയിൽ മാത്രം കറങ്ങിക്കൊണ്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നവർ ഏറ്റവും ഒടുവിൽ വിലപ്പെട്ടതിനെ, ആത്മാവിനെയും നിത്യജീവനെയും നഷ്ടപ്പെടുത്തുന്നു. നേരെ മറിച്ച് ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നവർ ആത്മീയമായി അനശ്വരമായ ഒരു യഥാർത്ഥ ജീവിതം നേടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ തോമസ് അക്വീനസ് പരിചയപ്പെടുത്തുന്ന ദ പാരഡോക്സ് ഓഫ് ലൈഫ്. 36-ാം വചനം: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ വചനത്തിലൂടെ ഒരു വ്യക്തിയുടെ ആത്മാവിന് അല്ലെങ്കിൽ നിത്യജീവന് പരമമായ മൂല്യമുണ്ടെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഒരാളുടെ ആത്മീയ രക്ഷയെ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ ലൗകിക സമ്പത്ത്, ആരോഗ്യം, അധികാരം എന്നിവയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ കാര്യമില്ലെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഭൂമിയിലുള്ള യാതൊന്നും ഒരാളുടെ ആത്മാവിന്റെ മൂല്യത്തിന് പകരം വയ്ക്കാനോ താരതമ്യം ചെയ്യാനോ കഴിവുള്ളതല്ലെന്ന് ഈശോ ഊന്നി പറയുന്നു. ആത്മാവിന്റെ അമൂല്യമായ വിലയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോ ഈ വചനങ്ങളിലൂടെ. അനശ്വരമായ ജീവിതത്തെക്കാൾ താൽക്കാലിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണി മാഡ് സൊസൈറ്റി അഥവാ പണഭ്രാന്തുള്ള സമൂഹത്തിനെതിരെ ഈശോ മുന്നറിയിപ്പ് നൽകുന്നു. വിശ്വാസത്തെ പണയപ്പെടുത്തി വ്യക്തിപരമായ സുഖസൗകര്യങ്ങൾ തേടുന്നത് പൊള്ളയായതും ശൂന്യവുമായ ഒരു ജീവിതമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നു. 38-ാം വചനം ധീരവും ലജ്ജയില്ലാത്തതുമായ വിശ്വാസത്തിലേക്കുള്ള ആഹ്വാനമാണ്. ഇപ്പോൾ അവനെ നിഷേധിക്കുന്നത് നിത്യതയിൽ അവനാൽ ഉപേക്ഷിക്കപ്പെടുന്നതിന് കാരണമാകുമെന്നുള്ള മുന്നറിയിപ്പും ലൗകിക പ്രശസ്തിയേക്കാൾ നിത്യമായ അംഗീകാരത്തിന് മുൻഗണന നൽകാൻ ഈ വാക്യം വിശ്വാസികളെ വെല്ലുവിളിക്കുന്നു. വിശ്വാസിയാണെന്ന് ഏറ്റുപറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ സെക്കുലർ ആകാൻ വേണ്ടി ഈശോയെയും സഭയെയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നവരെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നേരിട്ട് ലക്ഷ്യം വെക്കുകയാണ്. യേശുവിന്റെ നാമത്തെയോ അവന്റെ വചനത്തെയോ ഏറ്റുപറയാൻ ലജ്ജിക്കുന്നവരെ അന്ത്യദിനത്തിൽ പിതാവിന്റെ മഹത്വത്തിൽ ഏറ്റുപറയാൻ താനും ലജ്ജിക്കും എന്ന് ഈശോ തീർത്തു പറയുന്നു. പലപ്പോഴും ദൈവം രക്ഷിക്കും എന്ന് സാമാന്യവൽക്കരിക്കുന്നവരാണ് നാം എല്ലാം. എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോ രക്ഷിക്കും അല്ലെങ്കിൽ യേശു സഹായിക്കും എന്ന് പറയാനാകുന്നില്ല? സെക്യുലർ ആകാൻ വേണ്ടി നാം യേശുവിന്റെ നാമം ഒഴിവാക്കുകയാണ്. ദൈവം എന്ന സാമാന്യ പദം പറഞ്ഞുകൊണ്ട് ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നില്ല എന്ന മുടന്ത ന്യായത്തിലൂന്നി യേശുനാമം ഉപേക്ഷിക്കുകയല്ലേ നാം എല്ലാവരും ചെയ്യുന്നത്? വിശ്വാസത്തിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എരിയുന്ന തീച്ചുള്ളിലേക്ക് പോകാൻ പോലും തയ്യാറാകുന്ന 3 യുവാക്കന്മാരെ നമുക്ക് കാണാം. ഒരുപക്ഷെ ബൈബിൾ മുഴുവൻ നോക്കിയാലും ഇത്തരത്തിലൊരു വിശ്വാസ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയുകയില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുള്ളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ഞങ്ങൾ ആരാധിക്കുകയില്ല. ദാനിയേൽ 3-ാം അധ്യായം 17-18 വചനങ്ങൾ.
ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് ഒരു രാജാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോലും മരണത്തിലേക്ക് നടന്നെടുക്കുക. ദൈവം ഈ ലോകത്തിൽ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം, ആശ്രയത്വം എന്നിവ കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസം. ഇന്നത്തെ ലേഖന ഭാഗത്തിലൂടെ പത്രോസ്ലീഹ പഠിപ്പിക്കുന്നത് മറ്റൊന്നല്ല, ക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിക്കാൻ നാം ഓരോരുത്തരും തയ്യാറായിരിക്കേണ്ടതിന്റെ ആവശ്യകത സ്ലീഹ എടുത്തു പറയുന്നു. അവന്റെ നാമത്തിന് വേണ്ടി നിന്ദിക്കപ്പെടുകയും അവന്റെ പീഡകളിൽ പങ്കാളികളാകുവാനും കഴിയുന്നത് എത്രയോ ആഹ്ലാദകരമാണെന്ന് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നു. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ മുമ്പിലെ ലക്ഷ്യം നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗം മാത്രമാകണം എന്നുള്ള ഉറച്ച ബോധ്യമാണ് ആദ്യത്തെ മാർപ്പാപ്പയെ നിന്ദനങ്ങളെയും പീഡനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് ഉദ്ഘോഷിക്കാൻ കരുത്തനാക്കുന്നത്. സ്ലീഹ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത്. 1 പത്രോസ് 4:12. ക്രിസ്തു ശിഷ്യൻ എപ്പോഴും നിത്യജീവൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിത്യജീവനിലേക്കുള്ള വഴി എന്ന നിലയിൽ നിന്ദനങ്ങളും പീഡനങ്ങളും അഗ്നിപരീക്ഷകളും പ്രതീക്ഷിക്കണം എന്ന് തന്നെയാണ്. സ്വർഗത്തിലേക്ക് എളുപ്പവഴികൾ ഇല്ല എന്ന് തന്നെയാണ് വിശുദ്ധ പത്രോസ് പഠിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും സഹനം ദൈവഹിതമനുസരിച്ചാകണമെന്നും സ്വയംകൃത തിന്മകൾ മൂലം നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ ഇതിൽ പെടുന്നില്ലെന്നും സ്ലീഹ വ്യക്തമാക്കുന്നു. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ തന്റെ രക്ഷാകരമായ സഹനം, റിഡംപ്റ്റീവ് സഫറിംഗ് എന്ന അപ്പോസ്തലിക ലേഖനത്തിലൂടെ ഇങ്ങനെ പറയുന്നു: സഹനങ്ങൾ മനുഷ്യരെ ദൈവത്തിന്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കാളികളാകാൻ അനുവദിക്കുന്നു. നമുക്കുണ്ടാകുന്ന ഓരോ സഹനങ്ങളും നിത്യജീവിതത്തിലേക്കുള്ള ഈശോയുടെ ക്ഷണമായി സ്വീകരിച്ച് സന്തോഷത്തോടെ ദൈവസന്നിധിയിലെത്തുക എന്ന ഏക ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. എല്ലാവർക്കും ഇടവക പ്രഖ്യാപനത്തിന്റെ സുവർണ്ണ ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.